ഹലോ സുഹൃത്തുക്കളെ, നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും അക്ഷയ സെന്ററുകളിലോ മറ്റ് ഓൺലൈൻ കേന്ദ്രങ്ങളിലോ പോകാതെ ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നമ്മുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് വില്ലേജ് സർട്ടിഫിക്കറ്റുകൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണ്. ഇനി മുതൽ സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഇ ഡിസ്ട്രിക്ട് പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് ഇ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ഈ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരു ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക. നിലവിൽ അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ ചെയ്യുക. ഈ മുകളിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ചോദിക്കും. അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാ കളറിൽ ഒരു മെസ്സേജ് ബോക്സ് കാണും. അതിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന ബോക്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാം. അതിൽ നിങ്ങളുടെ പിൻകോഡും താഴെ ആധാർ നമ്പറും കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഐ അഗ്രി എന്നുള്ളിടത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതും കൂടെ ഓക്കെ കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.